Hi, welcome all to Nisha's Online Academy. നമ്മൾ ഓർഗനൈസേഷൻ ബിഹേവിയറിൻ്റെ നെക്സ്റ്റ് പാർട്ട് നോക്കുകയാണ്. അപ്പം നമ്മൾ അതിൽ നോക്കുന്ന സമയത്ത് ലീഡർഷിപ്പിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് എപ്പോഴും വരുന്നുണ്ട്. സോ ലീഡർഷിപ്പ്, വാട്ട് ഈസ് ലീഡർഷിപ്പ്? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ലീഡർഷിപ്പ് ഇസ് എ പ്രോസസ് എന്ന് പറഞ്ഞു അല്ലേ. പക്ഷേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഉണ്ട്. സോ ഓരോ ലീഡർഷിപ്പ് സ്റ്റൈൽസിനെ കുറിച്ചും നമുക്കൊന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. കാരണം ഷോർട്ട് ക്വസ്റ്റ്യൻസിലോ എവിടെയെങ്കിലുമൊക്കെ എന്തായാലും അതൊന്ന് വരും. അങ്ങനെ ഓർഗനൈസേഷൻ ബിഹേവിയറിൽ അത് വിട്ടിട്ട് ഒരു ഓർഗനൈസേഷൻ ബിഹേവിയറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് പേപ്പർ പോകാൻ പറ്റില്ല. അപ്പം നമുക്ക് എന്തായാലും അത് നോക്കാം, എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ഫ്രണ്ട്സിനോടും പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? മറക്കല്ലേ, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, പിന്നെ വാച്ച് ചെയ്യുക. നിങ്ങൾ ഇപ്പം എക്സാംസൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ സമയമൊന്നുമില്ല, വേഗം പിന്നെ ചെറുതിലാക്കൽ വേഗം വായിച്ച് കേട്ട് മനസ്സിലാക്കിയിട്ട് നോട്ട്സ് പോയിന്റ് ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് അപ്പം തന്നെ സ്ക്രിബിൾ ചെയ്യും ചെയ്യണേ, എന്നാലേ ഓർമ്മയിൽ നിൽക്കുള്ളൂ. എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കും. അപ്പം നമ്മളെപ്പോഴും ഒരു നോട്ടും ഇതും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ അത് ആ വീഡിയോ കേൾക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേഗം കൈകൊണ്ട് അത് എഴുതും വേണം അതിൻ്റെ ആ പോയിന്റ്സ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എക്സാം ഹാളിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ റീടെൻഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഒരുപാട് സ്ട്രെസ് ചെയ്തിട്ട് ലാസ്റ്റ് ടൈമിൽ പഠിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യണം, അതിൻ്റേതായിട്ട് നോക്കണം. ഓക്കെ, അപ്പോൾ ക്ലിയർ അല്ലേ വോയിസ് ഒക്കെ? ഓക്കെ, ശരി. അപ്പോൾ ഇനി നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ആണ് നമ്മൾ നോക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് നോക്കി നോക്കൂ. ഡെമോക്രാറ്റിക്, ഇനിയിപ്പോൾ ചിലവർക്ക് ഇത് പെട്ടെന്ന് ഓർമ്മ വരണേ, അതായത് ദാൽ എന്നൊക്കെ നമ്മൾ, അതായത് ഡെമോക്രാറ്റിക്, ഓട്ടോക്രാറ്റിക്, ലേസീസ് ഫെയർ, ട്രാൻസ്ഫോർമേഷണൽ, ട്രാൻസാക്ഷണൽ, ബ്യൂറോക്രാറ്റിക്, സെർവൻറ്റ്. So these are the different leadership styles: democratic, autocratic, laissez-faire, transformational, transactional. Transformationum transactional unde, bureaucratic and servant. ഇതാണ് different styles of leadership styles. Newly explained leadership styles ഇതൊക്കെയാണ്. സോ എന്താണ് ഓരോ ലീഡർഷിപ്പ് സ്റ്റൈൽസിൻ്റെയും പ്രത്യേകതകൾ? ഓക്കെ, സോ 1, ഡെമോക്രാറ്റിക് എക്സ്പാൻഡ് ചെയ്ത് എഴുതണം കേട്ടോ. ഡെമോക്രാറ്റിക്, പക്ഷെ ദ ക്രക്സ് ഇതാണ്, അതിൻ്റെ പോയിന്റ് അതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്താണ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മഹാത്മാഗാന്ധിയാണ് എക്സാമ്പിൾ, എ ഗുഡ് ഡെമോക്രാറ്റിക് ലീഡർ. ഡിസിഷൻ ഇൻവോൾവ്സ് എംപ്ലോയീസ് ഇൻ, അതായത് എല്ലാ എംപ്ലോയീസിനെയും അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ട് മെജോറിറ്റി എന്താണോ പറയുന്നത് അതിനെക്കുറിച്ച് അതങ്ങനെ ഇങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യില്ല. ആ മെജോറിറ്റി എന്തുകൊണ്ട് അത് പറഞ്ഞു, മെജോറിറ്റി അത് ഇങ്ങനെ ആലോചിച്ച് ഡിസിഷൻസ് എടുക്കുന്നവരെയാണ് ഡെമോക്രാറ്റിക് ലീഡർ എന്ന് പറയും. അതായത് ചോദിച്ചുകൊണ്ട് മറ്റുള്ളവരുടെയും കൂടിയും ഡിസിഷൻ മേക്കിംഗ്, ഒരു ഡിസിഷൻ എടുക്കുന്നതിനെക്കാട്ടിലും മുമ്പ് മറ്റുള്ളവരുടെയും കൂടിയും പാർട്ടിസിപ്പേഷനും ഐഡിയാസും ചോദിച്ച് നമ്മൾ, അപ്പോൾ നാച്ചുറലി ഇറ്റ് ഇംപ്രൂവ്സ് മോട്ടിവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. കാരണം എല്ലാവരെയും കൂട്ടിപ്പിടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബിൽഡ്സ് ടീം സ്പിരിറ്റ് അല്ലേ. ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ കൂടെ ഗോഖലെ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ നെഹ്റു ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടി അവർ കളക്റ്റീവ് ഡിസ്കഷൻസിലേക്കൂടെയാണ് ഓരോ ഡിസിഷൻസും എടുത്തത്. സോ ഇറ്റ് എൻകറേജ്, നമ്മൾ ജയിച്ചുല്ലോ. സോ ആ ഒരു ഡെമോക്രസി എന്ന് പറയുന്ന ആ ഒരു ഡെമോക്രാറ്റിക് ഇതിലേക്ക് നമ്മൾ ജയിച്ചു അല്ലേ. നോൺ വയലൻസ് അപ്രോച്ചിൽ കൂടെ നമ്മൾ നേടിയെടുത്തില്ലേ ഇൻഡിപെൻഡൻസ്. സോ ഒരു ഓർഗനൈസേഷനിൽ ഇറ്റ് എൻകറേജസ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഐഡിയാസ്, ഇറ്റ് ഇംപ്രൂവ്സ് മോട്ടിവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി, ഇറ്റ് ബിൽഡ്സ് ടീം സ്പിരിറ്റ് ആൻഡ് സ്ലോവർ ഡിസിഷൻ മേക്കിംഗ്. പെട്ടെന്ന് ഡിസിഷൻ ആവില്ല കേട്ടോ ഡെമോക്രാറ്റിക് ലീഡർ, കാരണം അയാൾ എല്ലാം ചോദിച്ചിട്ടേ ചെയ്യുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് എന്തുണ്ടാവാം, കുറച്ച് ഡിലേ ഉണ്ടാവാം. ഞാനവിടെ ജസ്റ്റ് എക്സാമ്പിൾസ് എഴുതിയതാണ്. അതായത് ഒരു പ്ലാൻ ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് ടീം മെമ്പേഴ്സിനോട് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്, ഫൈനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളെ നമ്മൾ ഓട്ടോക്രാറ്റിക് അല്ല ഡെമോക്രാറ്റിക് ലീഡർ എന്നാണ് പറയാം. സോ ഹൂ ഈസ് ആൻ ഓട്ടോക്രാറ്റിക് ലീഡർ? ഓട്ടോക്രാറ്റിക് ലീഡർ എന്ന് പറഞ്ഞാൽ വേറെ ആരോടും ചോദിക്കില്ല, നോ പാർട്ടിസിപ്പേഷൻ, ഹി ടേക്സ് എ ഡിസിഷൻ, ഹി ആക്ട്സ് ഓൺ ഇറ്റ്. ഏറ്റവും നല്ല എക്സാമ്പിൾ ഹിറ്റ്ലറാണ്. നമ്മൾ നീ ആരാ ഹിറ്റ്ലറോ എന്ന് ചോദിക്കില്ലേ നമ്മൾ, ആരോടും ചോദിക്കാതെ സ്വന്തമായിട്ടുള്ളൊരു എക്സ്പ്ലനേഷനും കൊടുത്ത് ഇത് നാളെ തൊട്ട് ഇങ്ങനെയാണ്, അങ്ങനെ ഡിസിഷൻസ് എടുക്കുന്നവരെയാണ് നമ്മൾ എന്ത് പറയുക, ഓട്ടോക്രാറ്റിക് എന്ന് പറയുക. ഡെമോക്രാറ്റിക്കിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഓട്ടോക്രാറ്റിക്. അവർക്ക് ക്ലിയർ, അവർ പറയുന്ന അവർക്ക് ക്ലിയർ തിങ്കിങ് ഉണ്ട്, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്, അതുകൊണ്ട് അത് നടപ്പിലാക്കും. സോ ലീഡർ പറയുന്നത് ഞാൻ എടുത്തോളാം ഡിസിഷൻ, എനിക്കറിയാം നിങ്ങൾക്ക് എന്താണ് ശരിയായിട്ട് വരുന്നത്, ആൻഡ് ഐ വിൽ ടേക്ക് ദാറ്റ് ഡിസിഷൻ. സോ നോ പാർട്ടിസിപ്പേഷൻ വിൽ ബി allowed.
ക്യുക്ക് ഡിസിഷൻ മേക്കിംഗ് ആവും. ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ഡിസിഷൻ. ഈ ഓട്ടോക്രാറ്റിക് ലീഡറിനെ നമ്മൾ നെഗറ്റീവായിട്ട് കാണരുത്. യുദ്ധ സമയത്ത് ചിലപ്പോൾ മുഖാമുഖം നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ദ മേജർ ഓർ ദി അതർ പേഴ്സൺ അദ്ദേഹം പറയുന്ന ആ സമയത്ത് ഡിസിഷൻ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് എൻ്റെ ട്രൂപ്പിനെ ബാധിക്കും. അപ്പം പെട്ടെന്ന് ക്യുക്കായിട്ട് എല്ലാവരോട് ചോദിച്ചിട്ടൊക്കെ അപ്പോഴേക്കും മറ്റൊരു വെടിവെച്ച് അവരെ പണി കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. സോ ക്യുക്ക് ഡിസിഷൻ മേക്കിംഗ് ആണ്. സോ ക്ലിയർ അതോറിറ്റി ആൻഡ് കൺട്രോൾ ഉണ്ടാവണം അത് ചെയ്യുന്ന സമയത്ത്. എംപ്ലോയീസ് അത്ര സാറ്റിസ്ഫൈഡ് ഒന്നും ആവില്ല, കാരണം അതൊക്കെ പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തും. അന്ന് ഒരാളോടും ചോദിക്കൂല, ഇതാവൂല, അങ്ങനെ ഡിസിഷൻ അങ്ങോട്ട് എടുക്കും. സോ അത് അതിൻ്റെ ഒരു കുഴപ്പമാണ്. സോ നോ പാർട്ടിസിപ്പേഷൻ, മറ്റുള്ളവരെ പാർട്ടിസിപ്പേഷൻ. അതാണ് മിലിറ്ററി സ്റ്റൈൽ കമാൻഡ് എന്ന്. ഞാൻ നല്ലൊരു എക്സാമ്പിൾ എഴുതിയത് ഹിറ്റ്ലറിന് എഴുതിയത്. ഓക്കെ, അപ്പോൾ ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? ഡെമോക്രാറ്റിക് ആകുമ്പോൾ മഹാത്മാഗാന്ധി നല്ലൊരു, അതേപോലെ ഹിറ്റ്ലർ ഓട്ടോക്രാറ്റിക്. ലേസിസ് ഫെയർ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ലീഡർ ഗീവ്സ് ഫുൾ ഫ്രീഡം ടു ദി എംപ്ലോയീസ്. അതായത് ഹൈ ഇൻഡിപെൻഡൻസ് ആണ് എംപ്ലോയീസിന്. അതായത് ഒരു സ്കിൽഡ് ടീമാണ് തൻ്റെ കൂടെ ഉള്ളത് എന്നുള്ളതാണ്. അവരെ ഇങ്ങനെ ഓരോരുത്തരുടെ ഉള്ളിലും ഒരു ലീഡർ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. സോ അവർക്ക് കൺഫ്യൂഷൻ, ഫ്രീഡമാണ്. യു ക്യാൻ ടേക്ക് യുവർ ഓൺ ഡിസിഷൻസ്, യു ഡു ഇറ്റ്, ഐ വിൽ ബി വിത്ത് യു എന്ന് പറയുന്ന ഒരു ലീഡർ ഉണ്ടാവുമല്ലോ. അപ്പോൾ നിഷ യു ഡു വാട്ട് എവർ യു വാണ്ട്, ഐ നോ ഇറ്റ് വിൽ ബി സക്സസ്ഫുൾ ആൻഡ് ഐ ആം ദെയർ വിത്ത് യു എന്ന് പറയുന്നു. സോ ദിസ് ലീഡർ ഈസ് നോൺ ആസ് ലേസിസ് ഫെയർ ബിക്കോസ് ഹി ഓർ ഷീ ഹാസ് ഗിവൺ മീ ദി പ്ലാറ്റ്ഫോം ടു വർക്ക്. അപ്പോൾ എനിക്കെന്താണ്, ബിക്കോസ് ഞാൻ കുറച്ചും കൂടി മോട്ടിവേറ്റഡ് ആയി. സോ എൻ്റേതായിട്ടുള്ള സ്കില്ലുകൾ എനിക്ക് അതിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഒരു സ്കിൽഡ് ടീമിന് ഉപയോഗിക്കാം. അപ്പോൾ ലീഡർ ഗീവ്സ്, ഇതന്നെ ഫസ്റ്റ് സെൻറ്റൻസ് ആണ്, ലീഡർ ഗീവ്സ് ഫുൾ ഫ്രീഡം ടു ദി എംപ്ലോയീസ്. ഹൈ ഇൻഡിപെൻഡൻസ് ആണ്. സ്കിൽഡ് ടീമിൽ ഇതിൽ പറ്റുള്ളൂ കേട്ടോ. ചിലതിന് നമ്മളിങ്ങനെ പറഞ്ഞ് ചെയ്യിക്കേണ്ട കാര്യങ്ങളുണ്ടാവും, അവിടെ നമുക്ക് ഫ്രീഡം തന്നിട്ട് കാര്യമില്ല. പക്ഷെ അവിടെ സൂപ്പർവിഷനൊക്കെ ഇതിൽ കുറവായിരിക്കും, ലാക്ക് ഓഫ് സൂപ്പർവിഷനൊക്കെ ഇതിൽ. കാരണം വിശ്വസിക്കുകയാണല്ലോ, മറ്റേ വിശ്വസിച്ചിട്ടാണ് ചെയ്യുന്നത്. സോ കൺഫ്യൂഷൻ്റെ റിസ്ക് ഒന്നുമില്ല. റിസർച്ച് ടീമുകളൊക്കെ അങ്ങനെ വർക്ക് ചെയ്യും. നമ്മൾ ഒരു റിസർച്ച്, ഇപ്പം ഈ റിസർച്ചൊക്കെ ചെയ്യുന്ന സമയത്ത് ഇടയിൽ പോയിട്ട് അവിടെ അഭിപ്രായം ഇവിടെ അഭിപ്രായമൊക്കെ പറഞ്ഞാൽ റിസർച്ച് ചിലപ്പോൾ ഫ്ലോപ്പ് ആവും. സോ അവർക്ക് ഫ്രീഡം കൊടുക്കൂ, ലെറ്റ് ദം ഡു ഇറ്റ് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർ എന്നാണ് നമ്മളതിനെ പറയാം. ട്രാൻസ്ഫോർമേഷൻ ലീഡറിൽ എന്താണ്, the leader inspires and motivates the employees to achieve more. Leader inspire and motivates the employees. അതായത് ട്രാൻസ്ഫോർമേഷൻ ആണ്. ലീഡർ എന്ത് ചെയ്യാണ്, ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരികയാണ്. എംപ്ലോയിയുടെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു, അയാളെ ഇൻസ്പയർ ചെയ്യുന്നു, അയാളെ മോട്ടിവേറ്റ് ചെയ്യുന്നു. ആൻഡ് ഫോക്കസ് ഓൺ വിഷൻ ആൻഡ് ഇന്നോവേഷൻ. സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ്, എൻകറേജ് ചേഞ്ചസ്, ഡെവലപ്സ് ഫ്യൂച്ചർ. നല്ല പോസിറ്റീവായിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈലാണ്. കാരണം എൻ്റെ കൂടെയുള്ളവരും എന്ത് ചെയ്യണം, ഡെവലപ്പ് ആവണം. ഞാൻ മാത്രം ഡെവലപ്പ് ചെയ്താൽ വരാം. സോ അവർക്ക് എന്ത് കൊടുക്കുന്നു, അവർ ഇൻസ്പയർ ചെയ്യുന്നു ആൻഡ് മോട്ടിവേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ്, ലീഡേഴ്സ് ഹു ഡ്രൈവ് ഓർഗനൈസേഷണൽ ചേഞ്ച് ഒക്കെ കൊണ്ടുവരുന്ന സമയത്ത് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ചാണ് ട്രാൻസ്ഫോർമേഷൻ. അത് ട്രാൻസാക്ഷനും ട്രാൻസ്ഫോർമേഷനും വ്യത്യാസമുണ്ട്. ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് ബേസ്ഡ് ഓൺ റിവാർഡ്സ് ആൻഡ് പണിഷ്മെൻറ്റ്സ്. അതായത് നമുക്ക് ചില ലീഡർ അങ്ങനെയാണ്, നന്നായി ചെയ്താൽ വെരി ഗുഡ്, ഐ അപ്രീഷിയേറ്റ് യു, യു വിൽ ബി, അങ്ങനെ പറഞ്ഞ് റിവാർഡ് ചെയ്യും. ചെയ്തില്ലേ, യു ആർ പണിഷ്ഡ്. അതായത് നിനക്ക് 2 ദിവസം നിൻ്റെ ഓവർ ടൈം അലവൻസ് 2 ദിവസത്തെ കട്ട് ചെയ്തു, യു ആർ നോട്ട് അലൗഡ് ടു ഗോ ഔട്ട് 10 minutes മോർ വർക്ക് ചെയ്യണം. ഇങ്ങനെയൊക്കെ പണിഷ്മെൻറ്റ്സ് കൊടുത്തിട്ട് ആൾക്കാരെ കൊണ്ട്. സോ ദേ ആർ നോൺ ആസ് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് എന്നുള്ളതാണ്. ഓക്കെ, സോ ദ ക്ലിയർ സ്ട്രക്ചർ ആൻഡ് റൂൾസ് ഉണ്ട്. പെർഫോമൻസ് ബേസ്ഡ് റിവാർഡ്സ് ആണ്. ലിമിറ്റഡ് ക്രിയേറ്റിവിറ്റി ഒക്കെ, കാരണം നമുക്ക് പണിഷ്മെൻറ്റും കൊപ്പുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര ഇത് പറ്റില്ല. ദെൻ ഷോർട്ട് ടേം ഫോക്കസ് ആണ്. ഒരു സെയിൽസ് ടാർഗറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ ചിലവർ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. സോ അവർക്ക് ബോണസ് ഇല്ല, ഇൻസെൻറ്റീവ്സ് ഇല്ല. നന്നായി ചെയ്യുന്നവർക്ക് ഇൻസെൻറ്റീവ്സ് കൊടുത്തും ഒക്കെ ചെയ്യുന്നത് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് സ്റ്റൈലാണ്. ഓക്കെ, അതാണ് കൂടുതൽ ഇപ്പം നടക്കുന്നുണ്ടല്ലോ ഇത് ഗ്രൂപ്പിലൊക്കെ. ലീഡർഷിപ്പ് സ്റ്റൈൽസിലുണ്ട്. ബ്യൂറോക്രാറ്റിക് ലീഡർ, അതായത് ബ്യൂറോക്രാറ്റ് നമ്മൾ പറയില്ലേ, കളക്ടർ, ഇവരൊക്കെ ബ്യൂറോക്രാറ്റ്സ് ആണ്. SP, അത് ഗവൺമെൻറ് എംപ്ലോയീസ് ഒക്കെ ബ്യൂറോക്രാറ്റ്സ്. പ്രത്യേകിച്ച് അവർ ഗസറ്റഡ് എംപ്ലോയീസ് ഒക്കെ ബ്യൂറോക്രാറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞു. ബിക്കോസ് ലീഡർ ഫോളോസ് സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഹൈ ഡിസിപ്ലിൻ ആയിരിക്കും, ക്ലിയർ ഒരു ഹൈറാർക്കി ഉണ്ടായിരിക്കും, ലെസ് ഫ്ലെക്സിബിലിറ്റി ആണ്.
അത് ഗവൺമെൻറ് ഓർഗനൈസേഷൻസിനും ലാർജ് ഓർഗനൈസേഷൻസിനും സൂട്ടബിൾ ആവുള്ളൂ. അപ്പോൾ ദാറ്റ് ഈസ് ഹൈ ഡിസിപ്ലിൻ ആണ്. ഇപ്പം നമ്മൾ ഒരു മിനിസ്ട്രി, ആ മിനിസ്ട്രിയുടെ കീഴിൽ കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ്, ആ ഡിപ്പാർട്ട്മെൻറ്റ്സിലെ കമ്മീഷണർ, അസിസ്റ്റൻറ്റ് കമ്മീഷണർ, ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു ഹൈറാർക്കി. സോ ക്ലിയർ ഹൈറാർക്കി ഇല്ല, പക്ഷെ അത് തോന്നിയ പോലെ പോകാനൊന്നും പറ്റില്ല. ഡിസിഷൻ മേക്കിംഗ് എടുക്കേണ്ട ആളെ ആ ഡിസിഷൻസ് എടുക്കാൻ പറ്റുള്ളൂ. ലെസ് ഫ്ലെക്സിബിൾ, അത് ചോദിച്ചിട്ടൊക്കെ ചെയ്യാം, അതൊന്നും നടക്കില്ല. സൂട്ടബിൾ, അത് കാരണം അവിടെ ക്ലിയർ റൂൾസ് ഉണ്ട്, ആ റൂൾസിനനുസരിച്ച് ഡിസിഷൻസ് എടുക്കാൻ പറ്റുള്ളൂ. ദിസ് ഈസ് ഓൾമോസ്റ്റ് സൂട്ടബിൾ ഫോർ ഗവൺമെൻറ് ആൻഡ് ലാർജ് ഓർഗനൈസേഷൻസ് എന്നുള്ളതാണ്. ദെൻ ദ ലാസ്റ്റ് ലീഡർഷിപ്പ് സ്റ്റൈൽ ഇസ് സെർവൻറ്റ് ലീഡർഷിപ്സ് എന്നാണ്. അതായത് ലീഡർ സെർവ്സ് എംപ്ലോയീസ് ഫസ്റ്റ്. ലീഡർ ആദ്യം എംപ്ലോയിക്ക് എന്താണോ ആവശ്യം, എംപ്ലോയി കോൺസെൻട്രേറ്റഡ് ആണ്. അതായത് ഫോർ എംപ്ലോയീസ് വെൽബീയിങ്. അപ്പോൾ ഒരു മന്ത്രി, ഒരു മിനിസ്റ്റർ, ആ മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ്, അവരാരെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്? ജനങ്ങളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അയാളുടെ ഇതിലേക്ക് ഫോക്കസ് ചെയ്താൽ ഹീസ് എ ഫ്ലോപ്പ്. അപ്പോൾ അയാളുടെ ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ എന്തായിരിക്കും അറിയാം? സെർവൻറ്റ് ലീഡർഷിപ്പ് സ്റ്റൈലാണ്. ഹീ ഷുഡ് ഫോക്കസ് ഓൺ ദി പീപ്പിൾ. അവരുടെ ഉള്ളിലൊരു ട്രസ്റ്റും ലോയൽറ്റിയും കൊണ്ടുവരണം, അവരെയും കൂടിയും ചേർത്ത് വെച്ച് പോകണം. അപ്പോൾ എടുത്ത് പിടിച്ച് ഡിസിഷൻസ് എടുക്കാൻ പറ്റില്ല, സ്ലോ ഡിസിഷൻ മേക്കിംഗ് അവിടെ ഉണ്ടാവുള്ളൂ. സോ സെർവൻറ്റ് ലീഡർഷിപ്പ് എന്നാണ് അതിനെ പറയുക. സോ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ലീഡർഷിപ്പ് സ്റ്റൈൽസ്? ഒന്നും കൂടി ഒന്ന് ഓർത്ത് നോക്കി നോക്കൂ, ഏതൊക്കെയാണ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് എന്ന് പറയുന്നത്. പോവാം. ഡെമോക്രാറ്റിക്, ഓക്കെ, ദെൻ ഓട്ടോക്രാറ്റിക്, ദെൻ ലേസിസ്-ഫെയർ, ട്രാൻസ്ഫോർമേഷൻ, ട്രാൻസാക്ഷണൽ, ബ്യൂറോക്രാറ്റിക് ആൻഡ് സെർവൻറ്റ്. ഡെമോക്രാറ്റിക് എന്ന് പറയുമ്പോൾ എല്ലാവരോടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറയും ഡിസിഷൻ മേക്കിങ്ങിൽ. എല്ലാവരോടും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഹി വിൽ ആസ്ക് ഫോർ ഡിസ്കഷൻസിൽ കൂടെയാണ് എന്ത് വരുന്നത്, ഡിസിഷൻസ് എടുക്കുന്നത്. ഓട്ടോക്രാറ്റിക്, നോ പാർട്ടിസിപ്പേഷൻ വിൽ ബി അലൗഡ്, ഹി വിൽ ബി ദ വൺ പേഴ്സൺ ഹു ഇസ് ടേക്കിംഗ് ദി ഡിസിഷൻ. ലേസിസ്-ഫെയർ, ഗ്രൂപ്പിലാണ്. ഗ്രൂപ്പിന് ദ എംപ്ലോയീസ് ഹാസ് ബീൻ ഗിവൻ ഫുൾ ഫ്രീഡം ടു ടേക്ക് ഡിസിഷൻസ്. അവർക്ക് അവരുടേതായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം കൊടുത്ത് ഡിസിഷൻസ് എടുക്കും. ട്രാൻസ്ഫോർമേഷൻ, എംപ്ലോയീസിൻ്റെ ഉള്ളിലും ലീഡർ ഉണ്ട് എന്ന് മനസ്സിലാക്കി അവരുടെ ഉള്ളിൽ ചേഞ്ചസ് കൊണ്ടുവന്ന് അവരെ കൊണ്ട് നല്ല ലീഡേഴ്സ്, നല്ല ഡിസിഷൻസ് എടുക്കാൻ ഇൻസ്പയർ ചെയ്തുകൊണ്ട് വരും എന്നുള്ളതാണ്. സോ ദെൻ വാട്ട് ഈസ് ട്രാൻസാക്ഷണൽ ലീഡർ എന്ന് പറയുന്നത്? ട്രാൻസാക്ഷൻ ലീഡറിൽ ദ ലീഡർ ഈസ് പെർമിറ്റഡ് ടു, ലീഡർ എംപ്ലോയിയോട് എന്താ പറയുന്നത്? റിവാർഡ്സ് ആൻഡ് പണിഷ്മെൻറ്റ്സ് ആണ് പറയുന്നത്. നന്നായി ചെയ്യുന്നവർക്ക് റിവാർഡും ജോലി ചെയ്യാത്തവർക്ക് പണിഷ്മെൻറ്റ്സും കൊടുക്കുന്ന സ്റ്റൈലാണ് ട്രാൻസാക്ഷൻ. ബ്യൂറോക്രാറ്റിക് എന്താണ്? ഗവൺമെൻറ് എംപ്ലോയീസിനാണ്, ഹൈറാർക്കി ഉണ്ട് അവിടെ, അവിടെയാണ് ഡിസിഷൻസിന് വളരെ പ്ലാൻഡ് ഡിസിഷൻസ് ആണ് അവിടെ എടുത്തു വരുള്ളൂ എന്നുള്ളതാണ്. ആൻഡ് ദെൻ സെർവൻറ്റ്, ഫോക്കസ് ഓൺ ദി എംപ്ലോയീസ്, എംപ്ലോയീസിൻ്റെ ലോയൽറ്റി, എംപ്ലോയീസിൻ്റെ ട്രസ്റ്റ്, ഇതൊക്കെ ഫോക്കസ് ചെയ്തിട്ട് നമ്മളൊരു ലീഡറായിട്ട്, അവരുടെ ലീഡറായിട്ട് നിന്നാൽ ദാറ്റ് ഈസ് നോൺ ആസ് സെർവൻറ്റ് ലീഡർഷിപ്പ് സ്റ്റൈൽ. സോ താങ്ക് യു. അപ്പോൾ നന്നായി പഠിക്കുക. അപ്പോൾ ഇതൊറ്റ ക്ലിപ്പിംഗ് എടുത്തിട്ടുള്ളൂ ഇതിൽ ലീഡർഷിപ്പ് സ്റ്റൈൽസിനെ കുറിച്ചാണ്. സോ താങ്ക് യു. മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണം. താങ്ക് യു, ബൈ.